ഹായ് ഫ്രണ്ട്സ്, മക്കൾ കുറേ ആയിട്ട് വാശി പിടിക്കൽ തുടങ്ങിയാണ് ഒരു കേക്ക് ഉണ്ടാക്കാൻ. എനിക്കാണെങ്കിൽ കേക്ക് ഉണ്ടാക്കാൻ അറിയില്ല. അപ്പോൾ ഞാൻ യൂട്യൂബ് നോക്കി ഒരു കേക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഉണ്ടാക്കിയൊരു കേക്കാട്ടോ ഇത്. പക്ഷേ അവസാനം ഇത് ഇരട്ടി മധുരമാകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. കാരണം എന്താണെന്നറിയോ? 10ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെയായിരുന്നു എൻ്റെ വിവാഹം. വിവാഹശേഷം എനിക്ക് പഠിക്കാനൊന്നും സാധിച്ചില്ല കേട്ടോ. സാഹചര്യം അങ്ങനെയായിരുന്നു. എനിക്ക് പഠിക്കാനാണെങ്കിൽ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ പഠിക്കാനൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ 13 വർഷത്തിന് ശേഷം ഞാൻ വീണ്ടും പഠിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ വീട്ടിലിരുന്ന് തന്നെ പഠനം തുടങ്ങി. NIOSൽ 6 മാസത്തെ കോഴ്സാണ് ഞാൻ എടുത്തത്. ചെറിയ മക്കളെയും കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ കേട്ടോ. എന്നാലും എൻ്റെ അമ്മയും ഹസ്ബൻഡും ഒക്കെ കൂടെ നിന്നതുകൊണ്ട് എക്സാം ഈസി ആയിട്ട് കഴിഞ്ഞു. എല്ലാവർക്കും ഉണ്ടാവും പോലെ തന്നെ റിസൾട്ട് എന്താവുന്നുള്ള പേടി എനിക്കും നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കേക്ക് ഉണ്ടാക്കി പൂർത്തിയാവാൻ നേരത്താട്ടോ കൂടെ ഇപ്പം എക്സാം എഴുതിയവരൊക്കെ മെസ്സേജ് അയക്കാൻ തുടങ്ങിയത്, റിസൾട്ട് വന്നു നീ നോക്കിയോ എന്നൊക്കെ. പ്രതീക്ഷിക്കാതെ കേട്ടപ്പോൾ ആകെ ഒരു നെഞ്ചിടിപ്പായിരുന്നു കേട്ടോ. പിന്നെ ആകെ എക്സാം റിസൾട്ട് നോക്കലും ആകെ ഒരു ബഹളമായിരുന്നു. കേക്ക് സങ്കടത്തിൻ്റെ കേക്കാവോ എന്നുള്ളതായിരുന്നു എൻ്റെ ഭയം. ഏതായാലും റിസൾട്ട് നോക്കിയപ്പോൾ വലിയ മാർക്കൊന്നും ഇല്ലെങ്കിലും ഞാൻ രക്ഷപ്പെട്ട് കഴിച്ചിലായിട്ടുണ്ട്. വലിയ മോശമൊന്നുമില്ലാത്തൊരു മാർക്കും കിട്ടി. മക്കൾ വാശി പിടിച്ചുണ്ടാക്കിയ കേക്കാണെങ്കിലും പിന്നെ അതിൻ്റെ വിജയത്തിൻ്റെ ഒരു കേക്കായി മാറി. അപ്പോഴേക്ക് കുറേ നേരമായിട്ടുണ്ട് കേട്ടോ. രാത്രി വളരെ ലേറ്റായിട്ടുണ്ടേ. എങ്കിലും ആ നേരം തന്നെ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ച് ഞങ്ങൾ പരസ്പരം ആഘോഷിച്ചു കേട്ടോ. അവസാനം ഞാൻ കഷ്ടപ്പെട്ടതിന് ഫലം ഉണ്ടായി. ഏതായാലും ഇനിയും പഠിക്കണം തന്നെ കേട്ടോ എൻ്റെ ആഗ്രഹം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നെപ്പോലെ പഠനം മുടങ്ങിയവരും വീണ്ടും പഠനം തുടങ്ങിയവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണേ. പിന്നെ കമൻറ്റും ലൈക്കും ഷെയറും ഒന്നും മറക്കണ്ട, എല്ലാവരും ചെയ്തോളൂ. ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നത് വരെ ബൈ ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. യൂട്യൂബ് നോക്കി ഉണ്ടാക്കിയ കേക്കാണെങ്കിലും സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ടേസ്റ്റൊക്കെ വളരെ സൂപ്പറായി. ഇത് ഞങ്ങൾക്കൊരു ഇരട്ടി മധുരമായി.